ഹായ് എല്ലാവർക്കും OORUTHENDIയുടെ പുതിയൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ കിഡിലം വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കിഡിലം വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കിടുക്കാച്ച ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, സ്റ്റിക്കറിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ടിരുന്നു. അത് അതിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയാണ് പറഞ്ഞാൽ മേളിൽ പോയി നമുക്ക് ഗോതമ്പ് ഉണക്കായിട്ടേക്കുന്നത്, അത് പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പം ജസ്റ്റ് ആ സമയത്ത് തോന്നിയ ഒരു ഫോട്ടോഗ്രാഫി ഐഡിയ ആണ് നിങ്ങളോട്ട് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ഞാൻ മേളിൽ ചെന്നിട്ട് നേരെ ആ നോക്കിയപ്പോഴത്തേക്ക് ഗോതമ്പൊക്കെ കിടക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിൽ വന്നത് എൻ്റെ കയ്യിലൊരു കാറുണ്ട്, അപ്പം അത് വെച്ച് കിടുക്കാച്ച ഒരു ഫോട്ടോ എങ്ങനെ എടുക്കാം എന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. കിടുക്കാച്ചി ആയിരിക്കുമ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ നേരെ മേളിലോട്ട് ചെന്ന സമയത്ത് കിടുക്കാച്ചി നമ്മുടെ ഗോതമ്പ് ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നത്, അത് ഉണക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്, അത് വാരിക്കൊണ്ട് വരാനാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ കയ്യിലൊരു ടോയ് ഉണ്ട്, ഒരു ടോയ് കാറുണ്ട്, അത് വെച്ച് ഈ ഗോതമ്പിൻ്റെ നടുക്കൂടി ആ കാറിങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കൊരു മനസ്സിലൊരു ഐഡിയ വന്ന്, അപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയി എൻ്റെ കാറിങ് എടുത്തുകൊണ്ട് വന്നു, കാറും പിന്നെ ക്യാമറ എടുത്തുകൊണ്ട് വന്ന്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോഴത്തേന് അതിൻ്റെ ആദ്യമേ ഞാൻ വൈറ്റ് ഒരു ചാക്കിൻ്റെ മെണ്ടയ്ക്കാണ് ആ ഒരു ഗോതമ്പ് ഉണക്കാൻ ഇട്ടിരുന്നത്. അപ്പം അത് ജസ്റ്റ് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ആ കാറ് നടുക്ക് വെച്ച് അതിനുശേഷം ഫോട്ടോ എടുത്തു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അത് ടോപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എൻ്റെ വൈറ്റ് റോഡ് എന്തായാലും വരത്തില്ലോ, ബ്ലാക്ക് ആയിരിക്കും ആ ഒരു റോഡ്. അപ്പം ഞാൻ നേരെ പോയി ഒരു ബ്ലാക്ക് ഷീറ്റുണ്ട്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് ഷീറ്റുണ്ട്, നേരെ ഞാൻ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അത് നമ്മുടെ ചാക്കിൻ്റെ ഇത് മാറ്റിയിട്ട് ജസ്റ്റ് അത് വെച്ചു. അതിനുശേഷം രണ്ട് സൈഡിലായിട്ട് ഗോതമ്പ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ, എന്നിട്ട് നടുക്കൂടി ഒരു റോഡ് പോലെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കാറ് ഞാൻ എടുത്തതിൻ്റെ നടുക്കോട്ട് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് അതിനുശേഷം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങി. ജസ്റ്റ് ആദ്യമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് നേരെ വെച്ചുകൊണ്ട് ഗോതമ്പ് കുറച്ച് കാണുന്ന രീതിയിൽ. അപ്പം ഞാൻ ആ ഫോട്ടോ കാണിക്കാം. അതിനുശേഷം പിന്നെ ഞാൻ എടുത്ത ടോപ്പിൽ നിന്നൊരു ഫോട്ടോ ആണ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ടോപ്പിൽ നിന്ന് സൂപ്പറാണ്, ആ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇതെല്ലാം കിടക്കാച്ച് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് റീടച്ച് ചെയ്തതിന് ശേഷം ആ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഫോട്ടോ എന്നൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ക്രിയേറ്റീവായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്നാൽ തന്നെയും ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്റർ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഫോണിനകത്തും എടുക്കാൻ പറ്റും, കാരണം ടോപ്പിൽ നിന്നൊക്കെയുള്ള ഫോട്ടോ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ബ്ലറിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ ടോപ്പിൽ നിന്നൊക്കെ ആകുമ്പോഴത്തേനും കിടിക്കാനായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഫോട്ടോയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെടുത്ത ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മൾ ഒരു ലൈവ് വരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇച്ചിരിയും കൂടിയൊക്കെ നല്ല രീതിയിൽ എങ്ങനെയാണ് ലൈവ് ചെയ്യാൻ പറ്റുക എന്ന് മൊബൈലിൽ ഡയറക്റ്റ് ചെയ്യാതെ OBS ഒക്കെ വെച്ച് എങ്ങനെ നല്ല രീതിയിൽ ഒരു ലൈവ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ലൈവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ലൈവ് വരുവാണേലും നമ്മൾ എന്നും വീഡിയോ ഇടുന്ന സമയത്ത്, നമ്മുടെ സമയം അറിയാമല്ലോ, ടൈം 6, ഓക്കെ, ആ സമയത്തായിരിക്കും നമ്മുടെ ലൈവും വരുന്നത്. അതിന് മുമ്പ് തന്നെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ അത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈവിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, എന്തിനെക്കുറിച്ചായിരിക്കണം ലൈവ് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.